UDF പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്നും വൻ വിജയം നേടുമെന്നും അടൂർ പ്രകാശ് 24നോട് EV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊട്ടിക്കലാശ ദിവസം UDF കൺവീനർ അടൂർ പ്രകാശ് MP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിൽ വാഹന പ്രചാരണ ജാഥയിലാണ്. ഇത്തവണ നമ്മുടെ പ്രതീക്ഷ എങ്ങനെയാണ്? മുഴുവൻ അടിച്ചെടുക്കുമോ? തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഓരോ ജില്ലയിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. വളരെ ചുരുങ്ങിയ ചില ഇടങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുള്ളത്. ആ വിഷയവും ഞങ്ങൾ പരിഹരിച്ച് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഈ പത്തനംതിട്ട പ്രത്യേകിച്ചുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേരളത്തിലുണ്ടാകും. കഴിഞ്ഞ തവണ മൊത്തത്തിൽ ഇടതുപക്ഷത്തിനായിരുന്നു പത്തനംതിട്ടയിൽ ഒരു ഹെഡ്ജ് ഉണ്ടായിരുന്നു. അത് ഇത്തവണ UDF തിരുത്തും, പഴയ ആധിപത്യം തിരിച്ചു പിടിക്കും അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ ആധിപത്യം തിരിച്ചു പിടിക്കുക മാത്രമല്ല UDF അതിന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ തയ്യാറാണ്. ഈ ശബരിമല ഉൾപ്പെടെ ഇവിടെ താഴെത്തട്ടിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ലേ? നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വോട്ടായി മാറുമോ? അല്ല, ശബരിമലയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു, ഞാൻ വീണ്ടും ആവർത്തിക്കാം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. 4 നഗരസഭകളാണുള്ളത്. ആ നാലിടങ്ങളിലും മുന്നേറ്റം ഉണ്ടാകുമോ? 4 നമുക്ക് മുന്നേറ്റം കാഴ്ചവെക്കാനാകുമോ? നഗരസഭകൾ അല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിച്ചു 4 നഗരസഭകളാണുള്ളത്. 4 മുന്നേറ്റം കാഴ്ചവെക്കാനാകുമോ? അല്ല, എല്ലായിടങ്ങളിലും UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എന്തായാലും അടൂർ പ്രകാശ് MP തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. വലിയ മുന്നേറ്റം UDF ജില്ലയിൽ കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.